IFFK വേദിയിൽ വെച്ച് പോറ്റിയെ കേറ്റിയെ എന്ന വിവാദ ഗാനം പാടിക്കൊണ്ട് സർക്കാരിനെയും CPM-നെയും ചൂണ്ടുവിരലിൽ നിർത്തിയിരുന്നു ചാണ്ടി ഉമ്മൻ. അതായത് ഈ പാട്ട് പാടുന്ന എല്ലാവർക്കുമെതിരെ കേസെടുക്കുമെന്നൊക്കെയുള്ള വിരട്ട് വന്നായിരുന്നല്ലോ. ആ സമയത്തായിരുന്നു ചാണ്ടി ഉമ്മൻ ഈ ഗാനം IFFK വേദിയിൽ നിന്നുകൊണ്ട് പാടിയത്. അതിനുശേഷം ഇങ്ങോട്ട് CPM-ന്റെ സൈബർ വെട്ടുകിളിക്കൂട്ടം ചാണ്ടി ഉമ്മനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങുകയായിരുന്നു. ആ കൊത്തിപ്പറിക്കൽ ഇതുവരെയും തീർന്നിട്ടില്ല. പല ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന പോസ്റ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പോസ്റ്റുകളും DYFIയുടെയും SFIയുടെയും ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പല സഖാത്തികളുടെയും ഗ്രൂപ്പുകളിലും ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരം മുട്ടുമ്പോൾ മുഷ്ടി ചുരുട്ടുക എന്ന രീതിയാണല്ലോ CPM-നുള്ളത്. അല്ലാതെ നട്ടല് നിവർത്തി നിന്ന് മറുപടി പറയാൻ കഴിയില്ലല്ലോ. CPM-ന്റെ ഈ വെട്ടുകിളി കൂട്ടങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചാണ്ടി ഉമ്മനെ. എന്നാൽ അതിനെല്ലാം പുല്ല് വില കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുകയാണ് ചാണ്ടി ഉമ്മൻ. ഒരു സഖാത്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: തന്തയുടെ കുഴിമാടത്തിൽ പോയി ചോദിച്ചു നോക്കടാ, തന്ത പറയും ആരാണ് പോറ്റിയെ അവിടെ കയറ്റിയതെന്ന്. നിന്റെ തന്തയാണടാ പോറ്റിയെ അവിടെ കയറ്റിയത്. 2012 അന്ന് ദേവസ്വം ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു. അതായത് നിന്റെ തന്തയുടെ വിശ്വസ്തൻ. എന്നിട്ട് ഇമ്മാതിരി വർത്തമാനം പറയരുത് എന്നൊക്കെയുള്ള അതിര് വിട്ടുപോകുന്ന പല പരാമർശങ്ങളുമാണ് ഇത്തരത്തിൽ ഈ CPM-ന്റെ ഗ്രൂപ്പുകൾ, അതായത് ഈ സൈബർ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഈ CPM-ന്റേതായിട്ടുള്ള ആ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു മുൻ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ ഇവർ അധിക്ഷേപിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന പാരടി ഗാനം കേൾക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് മുട്ടുവിറയ്ക്കാൻ പോകുന്നത്? തദ്ദേശത്തിൽ നിങ്ങൾ അടപടലം വീണത് ആ ഒരൊറ്റ പാട്ട് കാരണമാണ്. പക്ഷേ ആ പാട്ടിന് വഴി വെച്ചു കൊടുത്തത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് മുൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകനെയും ഒക്കെ ചീത്ത വിളിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ചാണ്ടി ഉമ്മൻ അങ്ങ് പേടിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മന്റെ രോമം പോലും വിറച്ചിട്ടുമില്ല. ചാണ്ടി ഉമ്മൻ ഈ വെട്ടുകിളി കൂട്ടങ്ങൾക്ക് നല്ല ഒന്നാന്തര ഒരു മറുപടി സ്വന്തം ഫേസ്ബുക്കിൽ അങ്ങ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു കുട്ടിയെ കൊണ്ട് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം പാടിച്ചുകൊണ്ട് ആ വീഡിയോ എടുത്ത് ചാണ്ടി ഉമ്മൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇവന്മാരോട് വായിട്ടലച്ച് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല, ദാ ഇതുപോലെ ഒരു ഡോസ് മതി എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ. IFFK വേദിയിൽ വെച്ച് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം പാടുമ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ അറിയാമായിരുന്നു തനിക്ക് നേരെ ഇനി വെട്ടുകിളിക്കൂട്ടം ഇറങ്ങുമെന്നുള്ളത്. അതിനെല്ലാം നേരിടാൻ തന്നെ തയ്യാറായിട്ടായിരുന്നു ആ വേദിയിൽ നിന്നുകൊണ്ട് സർക്കാരിനെ പൊള്ളിച്ചുകൊണ്ട് ആ ഗാനം ചാണ്ടി ഉമ്മൻ വീണ്ടും പാടിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്നതിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണെന്ന് ചാണ്ടി ഉമ്മൻ വിമർശിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രം സിനിമ വിലക്കുമ്പോൾ കേരളം പാട്ട് വിലക്കുകയാണെന്നും ഇഷ്ടമില്ലാത്തത് വിലക്കുന്ന രീതിയാണ് രണ്ടു കൂട്ടരും കാണിക്കുന്നതെന്നും ആ വേദിയിൽ നിന്നുകൊണ്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇവിടെ ഒരു പാട്ട് പാടാൻ സമ്മതിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു, അത് പിൻവലിക്കണമെന്ന് പറയുന്നു. ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? കേന്ദ്രം സിനിമ വിലക്കുമ്പോൾ കേരളം പാട്ട് വിലക്കുന്നു. പലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ കേന്ദ്രം വിലക്കിയപ്പോൾ കേരള രാഷ്ട്രീയം പറയുന്ന പാട്ടാണ് കേരളം വിലക്കിയത്. ഇഷ്ടമില്ലാത്തത് വിലക്കുന്നതിൽ കേന്ദ്രവും കേരളവും മുണ്ടും ജാക്കറ്റും ഒരുപോലെയാണ്. രണ്ടു കൂട്ടരും ഒരു കാര്യമല്ലേ ചെയ്യുന്നത്? കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കുമെതിരെ കേസെടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും. ഇതായിരുന്നു IFFK വേദിയിൽ വെച്ചുകൊണ്ട് CPM-നെ വിറപ്പിച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞ ആ ഡയലോഗ്. ഈ ഡയലോഗ് കേട്ടതോടെ കൂടിയാണ് പല സൈബർ ഗ്രൂപ്പുകൾക്കും അങ്ങ് കുരു പൊട്ടിയത്. പിന്നീട് ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിക്കുന്ന പല പോസ്റ്റുകളുമായിരുന്നു ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പാട്ട് പാടിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അങ്ങ് അറസ്റ്റ് ചെയ്തോട്ടെ എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. സൈബർ വെട്ടുകിളിക്കൂട്ടം ചാണ്ടി ഉമ്മനെ വിട്ട് ഉമ്മൻചാണ്ടിയെ തെറിവിളിക്കാൻ തുടങ്ങിയതോടെയാണ് ചാണ്ടി ഉമ്മൻ വീണ്ടും രംഗത്തേക്ക് വന്നത്. ഇമ്മാതിരി ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കല്ലേ എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അതിനുശേഷമായിരുന്നു തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഒരു കൊച്ചുകുട്ടി പാടുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിലും വലിയ മറുപടി ഒന്നും CPM-ന് കൊടുക്കാനില്ല. അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് CPM-കാർ. വെറുതെ കയറി ചെന്ന് ഇരന്ന് മേടിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അതിശക്തമായ നിലപാടുകളാണ് ചാണ്ടി ഉമ്മനും സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമലയിൽ ഭക്തജനങ്ങളെ കൊള്ളയടിച്ചിട്ട് അത് ചർച്ചയാകില്ലെന്ന് പറയുന്നവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു.
തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ജനം ചർച്ച ചെയ്യുക തന്നെ ചെയ്യുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. 10 വർഷം മുൻപില്ലാത്തൊരു വിഷയത്തെ ചൊല്ലി കേരളമാകെ സ്തംഭിപ്പിച്ച് കേരളത്തിൽ വലിയ കൊള്ള നടന്നെന്ന പേരിൽ LDF നടത്തിയ സമരവും ചർച്ചയും ആരും മറന്നിട്ടില്ല. സോളാർ സമരങ്ങൾ അവസാനം മല എലിയെ പെറ്റതുപോലെയായി. 1 രൂപ സർക്കാരിന് നഷ്ടപ്പെടാത്ത കാര്യത്തെ ചൊല്ലി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞും സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചും ഭരണകൂടത്തെ സ്തംഭിപ്പിച്ചും മുന്നോട്ടു പോയവർ ഇന്ന് ശബരിമലയിലെ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് ആ ചർച്ച വിലപ്പോകില്ലെന്ന് പറയുമ്പോൾ ഇരട്ടത്താപ്പാണ്. സോളാർ സമരം വലിയ സംഭവമായിരുന്നു. ശബരിമലയിൽ ഭക്തജനങ്ങളെ കൊള്ളയടിച്ചിട്ട് അത് ചർച്ചയാകില്ല എന്ന് പറയുന്നവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ മറുപടി കൊടുത്തു. അതായത് ഉമ്മൻചാണ്ടിയെ ഒരു സോളാർ കേസിൽ വേട്ടയാടിയവർക്ക് ഒന്നാം തരം മറുപടിയാണ് ചാണ്ടി ഉമ്മൻ കൊടുത്തത്. ഇപ്പോൾ ശബരിമല വിഷയം എങ്ങനെയെങ്കിലും അത് കോൺഗ്രസിന്റെയും കൂടി തലയിൽ ഇട്ടുകൊടുക്കാൻ തല പുകയുകയാണ് CPM-കാർ. അതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ പല CPM-ന്റെ പല ഗ്രൂപ്പുകളിലും ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് അതായത് നിന്റെ തന്തയാണ് പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ ഇവർ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശബരിമലയിൽ കൊള്ളയും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പരമാവധി പണിയെടുക്കുകയാണ് CPM-കാർ. ഉമ്മൻചാണ്ടി സർക്കാരാണ് പ്രയാർ ഗോപാലകൃഷ്ണനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത്. പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ വലിയ ഭിന്നത അവിടെ രൂക്ഷമായിരുന്നു. പമ്പയിൽ തീർത്ഥാടന അവലോകന യോഗത്തിൽ ശബരിമല ക്ഷേത്രം 365 ദിവസവും തുറന്നുകൂടെ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തോട് പറ്റില്ല എന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ വേദിയിൽ വെച്ച് തീർപ്പ് കൽപ്പിച്ചു പറയുകയായിരുന്നു. ഇത് വലിയ വിവാദമുണ്ടായി. അതായത് മുഖ്യമന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണനും തമ്മിൽ ഒരു നേർക്കുനേർ പോരിലേക്ക് വരെ ഇത് കൊണ്ടെത്തിച്ചിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നുള്ളത്. ശബരിമലയിലെ സമ്പത്തിൽ തന്നെയാണ് ഈ സർക്കാരിന് കണ്ണുള്ളതെന്ന് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ VIP ദർശനം ഒഴിവാക്കി തിരുപ്പതി മോഡൽ ദർശനമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെയും പ്രയാർ ഗോപാലകൃഷ്ണൻ എതിർത്തിരുന്നു. പണമുള്ളവന് ദർശനത്തിന് പാസ് സമ്പ്രദായം ശബരിമലയിൽ അനുവദിക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പ്രയാർ ഗോപാലകൃഷ്ണനെ നിഷേധിയെന്നും അഹങ്കാരിയെന്നും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു. അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമലയിൽ പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന സമയത്ത് ഈ പറയുന്ന കടകംപള്ളി ഉൾപ്പെട്ട ഒരു കൂട്ടരുടെയും കള്ളക്കളികൾ അവിടെ നടന്നില്ല. ആ തട്ടിപ്പിനും വെട്ടിപ്പിനും വഴി തുറന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ കളികളും ഒന്നാം പിണറായി സർക്കാരാണ് കളിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 2 ആക്കി കുറച്ച സർക്കാർ ആ സ്ഥാനത്ത് 1.5 വർഷം പിന്നിട്ട് പ്രയാറിനെ നീക്കുകയായിരുന്നു. അതായത് കൊള്ളക്കാർക്ക് വഴി ഒരുക്കി കൊടുക്കാൻ പ്രയാറിനെ ചവിട്ടിപ്പുറത്താക്കി. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. പത്മകുമാർ തുടർന്ന് പ്രസിഡന്റായി അവിടേക്ക് വരുന്നു. ഭക്തരുടെ തൃപ്തി ക്ഷേത്രത്തിന്റെ ശുദ്ധി എന്നായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന്റെ ആപ്തവാക്യം. അതൊന്നും പക്ഷേ ഭക്തർക്ക് വേണ്ടി സംസാരിച്ച പ്രയാർ ഗോപാലകൃഷ്ണന് ശബരിമലയിൽ അധികം നിലനിൽപ്പുണ്ടായില്ല. അതിനുശേഷം കാട്ടുകള്ളന്മാർ അവിടെ കൈയടക്കുകയായിരുന്നു.